TCV നാട്ടുകൂട്ടം ഇന്ന് ശരിക്കും ഒരു നാട്ടുംപുറത്താണ്. ഒരു പാടവരമ്പത്തെ ഒരു കലിങ്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത്തവണ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശമാരവങ്ങളൊക്കെ ആയിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവരാണ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വോട്ട് ചെയ്യാനായിട്ട് പോകാറുണ്ടോ? വോട്ട് ചെയ്യാനായിട്ട് പോകാറില്ല, താല്പര്യമില്ല. ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3.5 കോടി ജനത്തിന് അവർക്ക് തന്നെ മുൻതൂക്കം. പ്രശാദിത്ത വോട്ടാണ്. അതെ, നമ്മുടെ ആഗ്രഹം LDF അധികാരത്തിന് തന്നെയാണ്. ആം ആദ്മി പാർട്ടിനെ കുറിച്ച് അവിടെയൊക്കെ അന്ന് കേജ്രിവാൾ നല്ല പ്രവർത്തനം നടത്തുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നും കാര്യമായിട്ടൊന്നും അവരെ കുറിച്ച് കേൾക്കാനൊന്നുമില്ല. എന്തായാലും ധനപാലം ജയിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. സ്ഥാനാർത്ഥിയല്ല, നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാം. പക്ഷേ വോട്ടവകാശം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് നിഷേധിച്ച ആളതിനോട് എനിക്ക് താല്പര്യമില്ല. നിഷേധ വോട്ട് പാടില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ മോഡി തരംഗമുണ്ട് എന്നൊക്കെ പറയുന്നു, ശരിയാണോ? എങ്ങനെ മോഡി തരംഗം BJP-കാരുടെ ഇടയിൽ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞൂടാ. മോഡി ഇത്തവണ പ്രധാനമന്ത്രി പദത്തിൽ വരും സാധ്യതയുണ്ട്. കേരളത്തിലത്തെ ഒരു സാധ്യത പലരും പല രീതിയിലാണ് പറയുന്നത്. UDF 12, LDF 8. അത് 12-ൽ 10 കിട്ടിയാനെ. പക്ഷേ ഇരിഞ്ഞാലക്കുടമാരുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പറ്റിയില്ല. ഇപ്പോൾ പൊതുവെ യുവാക്കൾ തെരഞ്ഞെടുപ്പിനോട് അത്ര താല്പര്യം കാണിക്കില്ല എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ പരാതിയൊക്കെ കേട്ടു. പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സജീവമായ രംഗത്തില്ലെങ്കിൽ കൂടി പരോക്ഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് യുവാക്കൾ. ആം ആദ്മി പോലുള്ള പ്രസ്ഥാനം കേരളത്തിൽ വേര് പിടിക്കുമോ? കേരളത്തിൽ വേര് പിടിക്കുക എന്നുള്ളത് അവരുടെ പ്രവർത്തനം എത്രത്തോളം വ്യാപിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ എല്ലാവരും നോക്കുകയാണെങ്കിൽ ഒരുവിധം ഭൂരിഭാഗം ആൾക്കാരും പാർട്ടി നോക്കി ചെയ്യുന്നവരാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പാർട്ടി വെച്ച് ചെയ്യരുത്. കേന്ദ്രത്തിൽ നമുക്കിപ്പോൾ BJP-ക്ക് എന്ന് പറയുന്ന ഒരു സാധ്യത പറയുന്നത് മോഡിയുടെ ഒരു പ്രഭാവം എന്നൊക്കെ. പക്ഷേ മോഡി എഫക്റ്റ് അത്ര അങ്ങോട്ട് കാര്യമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടായത് കഴിഞ്ഞാൽ തന്നെ അത് ശരിയാവില്ല. അത് നല്ലൊരു ഭരണത്തിന് തയ്യാറാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ആൾക്ക് ഞാൻ വോട്ട് ചെയ്യുള്ളൂ. സർവ്വവ്യാപിയായി നിൽക്കുന്നത് ഇപ്പോൾ അഴിമതിയാണ്. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. എന്നാലും പരമ്പരാഗതമായിട്ട് ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണവരും മറ്റും ഈ കോൺഗ്രസ് അങ്ങനെ ഒരു ഇതിൽ വോട്ട് ചെയ്യണതാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ BJP തരംഗം അത്ര വ്യാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലിപ്പോൾ ഒരു UDF-ന് 11 സീറ്റ് കിട്ടാം. തൃശ്ശൂരിൽ CN ജയദേവൻ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്രത്തിൽ BJP സ്ട്രോങ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിലെ അവസ്ഥ ഏകദേശം തുല്യമായിട്ടുള്ള ലെവലാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരിക്കലും പ്രവചനീയതല്ല. ഇന്നത്തെ ഒരു രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം അനുസരിച്ച് പറയുന്നതാണ്. നിഷേധോട് പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മറുപടി പോലെ കാണിക്കാനുള്ള സംഭവമായിട്ട് ഞാൻ കരുതുന്നു. നിഷേധ വോട്ട് എന്ന് വന്നപ്പോഴാണ് ഇപ്പോഴാണ് ശരിക്കും ജനാധിപത്യം പൂർണ്ണമായത്. നിഷേധ വോട്ട് അത് മറ്റേത് ആൾക്കാർ വോട്ട് ചെയ്യാൻ ഞാൻ പോകണില്ല ഈ പാർട്ടിയിലെന്ന് പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. ഇന്ന് അവർക്ക് അവരുടെ ശരിക്ക് ഇത് വോട്ടവകാശം വിനിയോഗിക്കാം. ജനാധിപത്യം ഇപ്പോഴാണ് നടപ്പിലായത്.